ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ആമി എന്ന് പറയുന്ന സച്ചിയുടെ കളിക്കൂട്ടുകാരി വന്നിരിക്കുകയാണ്. അങ്ങനെ അവളുടെ മനസ്സിലാണെങ്കിൽ സച്ചിയോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്തായാലും സച്ചിക്ക് ഒരു പേടിയുണ്ട്. പണ്ട് നടന്ന ഈ അതായത് തൻ്റെ അമ്മയെ എന്തിനാണ് തന്നെ വെറുക്കുന്നത് എന്ന സത്യം ഈ ആമിക്കറിയാം. ആ ആമി രേവതിയോടെ ഒരു സത്യം പറയുമെന്നൊരു പേടിയൊക്കെ എന്തായാലും സച്ചിയുടെ മനസ്സിലുണ്ട്. പറയരുത് എന്ന് ആമിയെ വിലക്കിയിട്ടുമുണ്ട് നമ്മുടെ സച്ചി. എന്തായാലും രേവതി ആമിയുടെ അരികിലാണ്, ആമിയുടെ ആ റൂമിലാണ് കിടന്നുറങ്ങാൻ വരുന്നത്. അപ്പോൾ അവിടെ കിടന്നുറങ്ങിയാൽ അച്ഛനും സച്ചിക്കും ഒരു റൂമിൽ കിടക്കാലോ, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പിന്നെ സോഫയിൽ മറ്റോ കിടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ കിടക്കുന്ന സമയത്ത് ആമി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, രേവതി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അതെങ്ങനെയാണ്, സച്ചിയെ ഇഷ്ടമില്ലാത്തവരൊന്നും എനിക്കും ഇഷ്ടമില്ല, പിന്നെ സുധി പണ്ടേ ഫ്രോഡ് പണികളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ ആമി തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്തായിരിക്കും രേവതി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്, അത് ശരിയാണ്, ഇവിടെ അമ്മയും മോനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല സച്ചിയേട്ടനെ. പക്ഷേ സച്ചിയേട്ടന് നല്ല ഇഷ്ടമായിട്ടോ, അമ്മയെ ഒരുപാട് സ്നേഹമാണ്. അത് എന്താണ് പണ്ടെന്തോ നടന്നിട്ടുണ്ടെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായ ഒരു കാരണം. പക്ഷേ എനിക്ക് മാത്രം അറിയില്ല. ആമിക്കറിയാലോ, ആമി എന്നോട് പറയൂ, ഞാനത് എൻ്റെ മനസ്സിൽ തന്നെ വെച്ചോളാം എന്ന് പറയുകയാണ്. പക്ഷേ ആമി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. രേവതി ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ ആമി അനങ്ങുന്നില്ല. ആമി ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലേ എന്നിങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സച്ചിയും ആമിയും കൂടിയിട്ട് പുറത്ത് അതിരാവിലെ തന്നെ അവർ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണ്. അപ്പം രണ്ടുപേരും കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതി വരുന്നത്. ശ്രുതി അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ വീൽ ചെയറിലിരിക്കുന്ന രേവതിയെയും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്നും പറഞ്ഞ്, എന്താ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരാം വായു എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രേവതിയുടെ മനസ്സിൽ തീ കോരിയിടാനാണ് നമ്മുടെ ശ്രുതി ശ്രമിക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ആമിയും സച്ചിയും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് സെൽഫി എടുക്കുകയും തോളിൽ കൈയിട്ടിരിക്കുകയും അതുപോലെ തന്നെ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോവുകയും എല്ലാവർക്കും വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയും ഷോപ്പിങ്ങിനൊക്കെ പോവുകയും എല്ലാതും ചെയ്യുകയാണ്. രേവതിക്കാണെങ്കിൽ അവരുടെ കൂടെ പോകാൻ പോലും പറ്റുന്നില്ല, കാലുകൊണ്ട് കാല് വയ്യാത്ത കാരണം തന്നെ. അതൊക്കെ തന്നെ പറഞ്ഞ് ശ്രുതി രേവതിയുടെ മനസ്സിലേക്ക് ഓരോ ഏഷണി പറഞ്ഞു കൊടുത്ത് അവളുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ മനസ്സിലെ വേദന മനസ്സിലാക്കിയിട്ട് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട്, ഒരിക്കലും മറ്റൊരു പെണ്ണുമായിട്ട് തൻ്റെ ഭർത്താവ് കൂടുതൽ ഇടപഴകി സംസാരിക്കുന്നതായാലും പെരുമാറുന്നതായാലും അതൊരു പെണ്ണിനും സഹിക്കുന്ന കാര്യമല്ല. രേവതിയുടെ കാര്യത്തിലും ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിന്നെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതങ്ങനെ. അതുകൊണ്ട് നീയൊന്ന് നമ്മുടെ ആമിയെ നമുക്കറിയാം, ആമി അവിടെ വളർന്ന കുട്ടിയായതുകൊണ്ട് അവൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. എന്തായാലും നീ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ. കാരണം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ രേവതിക്ക് തന്നെ സംശയം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഇഷ്ടം തോന്നുകയാണ്, രേവതിയോട് ഒരുപാട് സ്നേഹം തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്